ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് മറ്റൊരു വാർത്ത ചെയ്തിരുന്നു. അതായത് പാകിസ്ഥാൻ ചൈനയുടെ പക്കൽ നിന്നും വാങ്ങിക്കാൻ പോകുന്ന സബ്മറൈൻസിനെ കുറിച്ചായിരുന്നു. ഇന്നത്തെ ടോപ്പിക്കും പാകിസ്ഥാൻ്റെ ഡിഫൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് പാകിസ്ഥാൻ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു എന്നുള്ളൊരു ഇൻ്റലിജൻസിനെ സൈറ്റ് ചെയ്തുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് പറയാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ 1 പാകിസ്ഥാന് കാര്യമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 9 ടെറർ ക്യാമ്പ്സും അവരുടെ റഡാർ സൈറ്റ്സ്, അതുപോലെ തന്നെ 11 എയർബേസ് ഒക്കെ തന്നെ നമുക്ക് ഡാമേജ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2 ഏത് സമയവും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ വൻതോതിൽ പാകിസ്ഥാൻ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത്. അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാൻ ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ആ ഒരു ട്രെൻഡിന് അല്ലെങ്കിൽ അതിൻ്റെ മെഷറിന് ഒരു വർധനവുണ്ടായി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെയധികം, അതായത് ഡ്രോണുകൾ, അതുപോലെ തന്നെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, അൺമാൻഡ് കോമ്പാറ്റ് എയർ സിസ്റ്റംസ്, ലോയിറ്ററിങ് മുണീഷ്യൻസ്, കമിക്കേസ് ഡ്രോൺസ്. ഈ ലോയിറ്ററിങ് മുണീഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപകടകാരികളായിട്ടുള്ള ഡ്രോൺസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിങ്ങനെ പാറിപ്പറന്ന് നടക്കും. എന്നിട്ട് ടാർഗറ്റിനെ എപ്പോഴാണ് അതിൻ്റെ ടാർഗറ്റ് എന്താണോ അതിനെ ലോക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ അത് വന്ന് ബ്ലാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോയിറ്ററിങ് മുണീഷ്യൻസ്. കാമിക്കേസ് ഡ്രോൺസും സൂയിസൈഡൽ ഡ്രോൺസാണ്. അത് റീയൂസബിൾ അല്ല, വൺ ടൈം യൂസിനായിട്ടുള്ള ഡ്രോൺസാണ്. ഇതെല്ലാം വളരെ പവർഫുൾ ആയിട്ടുള്ള, വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഡ്രോൺസും അല്ലെങ്കിൽ ഈ പറഞ്ഞ അൺമാൻഡ് കോമ്പാറ്റ് എയർ സിസ്റ്റംസാണ്. ടർക്കിയൊക്കെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈസ് എന്ന് പറഞ്ഞാൽ. അതിൽ ആൻറ്റി ഡ്രോൺ സിസ്റ്റംസ്, ലോങ് റേഞ്ച് മിസൈൽസ്, ടാങ്ക്സ്, അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ്, മെയിൻ ബാരൽ ടാങ്ക്സ്, ഹോവർക്രാഫ്റ്റ്സ്, കോവീറ്റ്സ്, അതൊക്കെ നേവിക്ക് വേണ്ടിയുള്ള സബ്മറൈൻസ് പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ സംസാരിച്ചത് ചൈനയിൽ നിന്നും 4 ഹാങ്ങോർ ക്ലാസ് സബ്മറൈൻസ് പാകിസ്ഥാന് ഏകദേശം അവർ മൊത്തം 8 2015 അവർ ഓർഡർ ചെയ്തതിൻ്റെ 4 പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ശക്തമായ രീതിയിൽ പാകിസ്ഥാൻ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൻതോതിൽ അവർ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ആയുധങ്ങളാണ് വാങ്ങിക്കുന്നതാണ് പറയുന്നത്. ടർക്കിയും ചൈനയുമാണ് പ്രധാനപ്പെട്ട അവരുടെ ആയുധ സപ്ലൈസ്, ആംസ് സപ്ലൈസ് എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്നും കാര്യമായ രീതിയിൽ അവർക്ക് ആംസ് ഇപ്പോൾ അമേരിക്ക അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അലയാണെന്ന് പറയുമെങ്കിലും അമേരിക്ക കാര്യമായിട്ട് അവരെ സഹായിക്കുന്നൊന്നുമില്ല. എന്നാലും പഴയ F-16 അല്ലെങ്കിൽ F-15 ഒക്കെ അതിനുവേണ്ടിയൊക്കെയുള്ള ചില എന്താണ് പറയുന്നത് അപ്ഗ്രഡേഷനൊക്കെ വേണ്ടിയുള്ള ചില സഹായങ്ങൾ മാത്രമേ ഉള്ളൂ. പുതിയ ആയുധങ്ങളൊന്നും ഇതുവരെ അമേരിക്ക പാകിസ്ഥാൻ നൽകുന്നതായിട്ട് നമുക്ക് ഇതുവരെ അറിവൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ചൈനയും ടർക്കിയും വളരെ ആത്മാർത്ഥമായിട്ട് അകമഴിഞ്ഞ് പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. തീർച്ചയായിട്ടും ആൻറ്റി ഇന്ത്യ ഓപ്പറേഷൻസിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുക. കാരണം പാകിസ്ഥാനെ പ്രത്യേകിച്ച് വേറെ അങ്ങനെ പറയത്തക്ക എനിമീസ് ഒന്നുമില്ല. അഫ്ഗാനിസ്ഥാനായിട്ട് വിഷയമുണ്ടെങ്കിലും അഫ്ഗാനിസ്ഥാൻ കാര്യമായിട്ടുള്ളൊരു എന്താ പറയുന്നത് ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഇന്ത്യയെപ്പോലുള്ളൊരു ശക്തമായിട്ടുള്ള അല്ലാത്തതുകൊണ്ട് പാകിസ്ഥാൻ അത്രയ്ക്ക് ഭയക്കേണ്ട ഒരു രാജ്യമല്ല അഫ്ഗാനിസ്ഥാൻ. അതുപോലെ ഇറാൻ അയൽ രാജ്യത്തുണ്ട്. ഇറാനുമായിട്ടും ഒരുപക്ഷെ പാകിസ്ഥാൻ മാറിയും മറിഞ്ഞുമൊക്കെ തന്നെ അവരുടെ ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യുകയും അല്ലെങ്കിൽ സ്റ്റേബിൾ ആകുകയും അല്ല ചില സമയത്ത് വളരെ മോശമാവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും ഇറാനുമായിട്ടുള്ള വിഷയങ്ങളിലും പാകിസ്ഥാന് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് നേരിടുന്ന അത്രയും ഒരു ഭീഷണി ഒരുപക്ഷെ ഇറാനിൽ നിന്നും പാകിസ്ഥാൻ ഫേസ് ചെയ്യുന്നില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ആയുധവൽക്കരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രിപ്പറേഷൻസ് എല്ലാം തന്നെ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏത് സമയത്തും ഓപ്പറേഷൻ സിന്ദൂർ 2 എന്നുള്ളൊരു ഭീഷണി അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകാം എന്നുള്ള ഒരു പ്രതീക്ഷയുടെ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവർ ഈ ആയുധങ്ങൾ വാങ്ങി കൂട്ടുന്നത് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ടിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പാകിസ്ഥാനെ വലിയ കൂട്ടായിട്ടൊക്കെ കരുതുന്നുണ്ടെങ്കിൽ തന്നെയും കാര്യമായിട്ട് ആയുധങ്ങളൊന്നും ഇത് നൽകിയിട്ടുമില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പാകിസ്ഥാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള, അതായത് ഓൾ വെതർ ഫ്രണ്ട് എന്നൊക്കെയാണ്, ഓൾ വെതർ അലൈ ചൈന ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഹെവി വെപ്പൺസും ഹാർഡ്വെയറും ഒക്കെ തന്നെ നൽകുന്ന രാജ്യം. അതുപോലെ തന്നെ ടർക്കിയും കൊടുക്കുന്നുണ്ട്. അമേരിക്കയുമായിട്ട് പ്രൈവറ്റ് ക്രിപ്റ്റോയിലും അതുപോലെ തന്നെ ചില പോർട്ട് പ്രോജക്ട്സിലും ഒക്കെ തന്നെ ഈ അടുത്ത സമയത്ത്
പാകിസ്ഥാൻ്റെ മിലിറ്ററി ലീഡർഷിപ്പ് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രംപുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ചില ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ ചില ഇടപാടുകൾ മാത്രമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഒരു മറ്റ് നോൺ നേറ്റോ അമേരിക്കയുടെ ഡിഫൻസ് അലൈൻസിന് മുകളിലുള്ള പ്രഷേഴ്സ് അല്ലെങ്കിൽ മറ്റ് ഫോർ എക്സാമ്പിൾ ടർക്കി പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ നിന്നും S-400 മേടിച്ചപ്പോൾ ടർക്കിയുടെ മുകളിൽ കാര്യമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളും ഒക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അവരുടെ F-35 പ്രോഗ്രാമിൽ നിന്ന് ടർക്കിയെ പുറത്താക്കുകയോ ചെയ്യായിരുന്നു. ടർക്കി നേറ്റോ മെമ്പറാണ്. എന്നാൽ തന്നെ മറ്റ് നോൺ നേറ്റോ മെമ്പേഴ്സിൻ്റെ മുകളിലുള്ള സമ്മർദ്ദം പോലെ അമേരിക്ക പാകിസ്ഥാനെ അധികം ഈ അമേരിക്ക ശത്രു രാജ്യങ്ങളായിട്ടുള്ള ചൈന, ഈ പറഞ്ഞ അതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ ആയുധം വാങ്ങിക്കുമ്പോൾ അമേരിക്കയിൽ നിന്നും ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾ പൊതുവെ പാകിസ്ഥാൻ നേരിട്ടിട്ടില്ല അല്ലെങ്കിൽ നേരിടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചില ഇൻ്റലിജൻസ് ഇൻപുട്ടിൻ്റെ അസസ്മെൻ്റ് അടിസ്ഥാനത്തിലാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം അവരുടെ ആർമിയുടെ ജനറൽ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഈ പറഞ്ഞ തീരുമാനങ്ങൾ എടുക്കുന്നത്. ഏകദേശം 31 അൺമാൻഡ് കോമ്പാറ്റ് എയർ സിസ്റ്റം, അതായത് UCAVS എന്ന് പറയും. അൺമാൻഡ് എന്ന് പറഞ്ഞാൽ പൈലറ്റ് ഇല്ല അല്ലെങ്കിൽ ആളില്ല, നമ്മൾ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്ന് പറയും, UAV എന്ന് പറയും. അതായത് ഡ്രോൺസ് ആണ് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത്. ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ സ്വയം പറക്കുന്നതാണ്. സ്വയം പറക്കാൻ മീൻസ് അതിനകത്തിൽ ചെറിയ സാധനമാണ്. നമ്മൾ സാധാരണ ഫൈറ്റർ എയർക്രാഫ്റ്റിനെ പോലെ ഹെലികോപ്റ്ററിനെ പോലെ ഒക്കെ തന്നെ പൈലറ്റിൻ്റെ കോപ്പൈലറ്റിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ അല്ലെങ്കിൽ അൺമാൻഡ് കോമ്പാറ്റ് എയർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് 10-31 വാങ്ങിയിട്ടുണ്ട്. അതിനകത്തിൽ 1 ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്രൻസ് ഹെയിൽ അല്ലെങ്കിൽ HALE എന്ന് പറയുന്ന ടർക്കിയിൽ നിന്നും, അതുപോലെ തന്നെ 30 ഈ പറഞ്ഞ സാധനം ചൈനയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. അത് ചൈന ഈ പറഞ്ഞ US-ൻ്റെ നമ്മുടെ കയ്യിലുള്ള പ്രിഡേറ്റർ MQ-9B ഡ്രോണിനെ മോഡൽ ചെയ്തുണ്ടാക്കിയാണ്. ഒരു പക്ഷേ അത് മോഷ്ടിച്ചുണ്ടാക്കിയതായിരിക്കും. കാരണം ചൈനയുടെ പണി അതാണല്ലോ. കാരണം എവിടുന്നേലുമൊക്കെ ബിറ്റ്സ് ആൻഡ് പീസസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ റീ എഞ്ചിനീയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ കോപ്പി അടിച്ചുണ്ടാക്കുന്നതാണ് ഏകദേശം ചൈനയുടെ കയ്യിലുള്ള ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അത് തമാശക്കാണ് പറയുന്നത്. എന്നതിന് തമാശയല്ല, ചൈനയ്ക്ക് അങ്ങനെയുള്ളൊരു റീ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നൊരു പരിപാടി ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് റഷ്യയൊക്കെ ചൈനയ്ക്ക് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെയും വളരെ സംശയത്തിൻ്റെ ഒരു ദൃഷ്ടിയിൽ മാത്രമേ ചൈനയ്ക്ക് ആയുധങ്ങൾ കൊടുക്കാറുള്ളൂ. കാരണം അവർ ഈ റീ എഞ്ചിനീയറിംഗ് പരിപാടിയിൽ കൂടെ അതിനെ കോപ്പി അടിക്കാൻ വളരെ മിടുക്കരാണ് ചൈന എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 31 UCAV അല്ലെങ്കിൽ അൺമാൻഡ് കോമ്പാറ്റ് എയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 16,000 കിലോമീറ്റർ ഓപ്പറേഷണൽ റേഞ്ചുള്ളതാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ എയർ ടു എയർ മിസൈൽസ് ഒക്കെ തന്നെ ഫയർ ചെയ്യാൻ കേപ്പബിൾ ആണെന്നും ഒക്കെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തു തന്നെ പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, പാകിസ്ഥാൻ വളരെ ശക്തമായിട്ട് അവരെ ആയുധവൽക്കരിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്നും ഏത് സമയത്തും ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ പറഞ്ഞ ഒരു മിലിറ്ററി ഓപ്പറേഷൻസിനെ ഭയന്നുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാൻ ആഡിങ് മസിൽ ടു ഹിസ് ആംഡ് ഫോഴ്സ് ആണ് പറയുന്നത്. കാരണം അവരുടെ ആംഡ് ഫോഴ്സിനെ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിച്ച് ബീഫപ്പ് ചെയ്യുന്നു. ഇന്ത്യയും ഒട്ടും പുറകിലല്ല. കാരണം ഇന്ത്യയും കാര്യമായിട്ടുള്ള ഈ പറഞ്ഞ മിലിറ്ററി പ്രിപ്പറേഷൻ, ഇന്ത്യയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അതിൽ നമുക്ക് എപ്പോഴും ഇതിനകത്തിൽ 2 വശങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സേനയെക്കുറിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട സേനയാണ്, വളരെ പവർഫുള്ളായിട്ടുള്ള മിലിറ്ററിയാണ്. അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞാൽ അടുത്ത് വരുന്ന 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും വലിയ സേന അല്ലെങ്കിൽ സൈനിക ശക്തിയുള്ള രാജ്യം ഇന്ത്യ തന്നെയാണ്. നമ്മുടെ സേന എപ്പോഴും വളരെ സജ്ജമാണ്, പ്രിപ്പയർഡാണ്. പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ആണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ മൊത്തം. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിലും നമ്മൾ കാര്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് പാകിസ്ഥാന് മുകളിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഡിസിസീവ് വിക്ടറി നമുക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ സീസ് ഫയറിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അതൊക്കെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് തീരുമാനിക്കുന്നതാണ്. പൊതുവെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രാജ്യത്തെക്കുറിച്ച് താല്പര്യമുള്ള അല്ലെങ്കിൽ രാജ്യസ്നേഹമുള്ള ആൾക്കാർക്ക് ആ ഒരു പരിപാടി തികച്ചും രാജ്യവ്യാപകമായിട്ട് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് പോരായിരുന്നു, നമ്മൾ പൊതുവെയുള്ള ഈ പറഞ്ഞ ക്ലാസ്സിലുള്ള ആൾക്കാർ സാറ്റിസ്ഫൈഡ് അല്ല എന്നത് നമുക്ക് അതിന് ശേഷമുള്ള ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ അതുപോലുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ആൾക്കാരുടെ അഭിപ്രായങ്ങളിൽ കൂടി അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനയിൽ കൂടിയൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അല്പം കൂടെ ഒരു എന്താണ് പറയുന്നത്, ഡാമേജ് പാകിസ്ഥാന് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു സക്സസ് റേറ്റ് അല്ല, ഒരു സക്സസ്, ഒരു വിക്ടറി നമ്മൾ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ മോഡൽ ഒരു സുപ്പീരിയോറിറ്റി നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു
കാഴ്ചയായിരുന്നു നമുക്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ. തുടങ്ങാൻ അല്പം വൈകിയെങ്കിലും തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് തീർച്ചയായിട്ടും വളരെ അപ്പർ ഹാൻഡ് കിട്ടുവാൻ സഹായകമായി. പക്ഷെ അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ, നമ്മളിപ്പോൾ ബിസിനസ് ആസ് യൂഷ്വൽ എന്ന് നമ്മൾ ഇന്ത്യയിൽ പറയുന്ന പോലെ, കാരണം അവർ ഇതിനകത്തിൽ തീർച്ചയായിട്ടും ഇതിനെ ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഡിഫൻസിൻ്റെ വിഷയമല്ല. നമ്മുടെ ഡിഫൻസ് പവർഫുള്ളാണ്, ഡിഫൻസ് കേപ്പബിളാണ്. അവർ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഏത് ത്രെട്ടിനെയും നേരിടാൻ അവരെപ്പോഴും സജ്ജമാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. സേന ഓക്കെയാണ്, പക്ഷേ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ വിഷയമാണ്. ഓക്കെ. എന്നിരുന്നാൽ തന്നെ ഇന്ത്യയും വൻതോതിൽ ആയുധങ്ങൾ നമ്മൾ സജ്ജീകരിക്കുന്നുണ്ട്. നമുക്ക് തദ്ദേശീയമായിട്ട് നമ്മുടെ ഡിഫൻസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു തലം അവിടെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ പറഞ്ഞ 4 രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട ഫ്രാൻസ്, റഷ്യ, ഇസ്രായേൽ, അമേരിക്ക, ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നെല്ലാം വൻതോതിൽ നമ്മൾ ആയുധങ്ങൾ വാങ്ങി കരുതുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ 3 സർവീസിന് ഇത് അത്യാവശ്യമുണ്ട്. അല്ല ആർമിക്ക് മാത്രമല്ല, എയർഫോഴ്സിനും വേണം, നേവിക്കും വേണം. 200 കിലോമീറ്റർ റേഞ്ചുള്ള എയർ ടു എയർ മിസൈൽ, ലോങ് റേഞ്ച് ലോയിറ്ററിങ് അമ്യൂണിഷൻ, ഈ പറഞ്ഞ ഡ്രോൺസ്, സൂയിസറൽ ഡ്രോൺസ്, അതിൽ 250ഓളം ലോങ് റേഞ്ച് 120 പീസസ്, അതായത് 120 എണ്ണം, 280 120 ലോങ് റേഞ്ചും 120 ഷോർട്ട് റേഞ്ചും മിസൈൽസ് S-400 എയർ ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടി. അതുപോലെ തന്നെ 150 130 കിലോമീറ്റർ റേഞ്ച് റോക്കറ്റ്സ്, 130 150 പറയുന്നത്. കൺവെൻഷണൽ ആയിട്ടുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈൽസ്, അതുപോലെ തന്നെ ഷിപ്പ് ബേസ്ഡ് സർഫസ് ടു എയർ മിസൈൽ, അതുപോലെ തന്നെ താമസിയാതെ നമ്മൾ ബ്രഹ്മോസ് മിസൈലിൻ്റെ റേഞ്ച് കൂട്ടാൻ പോവുകയാണ്. ഏകദേശം 800 കിലോമീറ്ററുള്ള അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. അത് നമ്മൾ ഇവിടെ തന്നെ നിർമ്മിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ വില്ലനായിട്ട് പ്രവർത്തിച്ചത്. അപ്പോൾ ബ്രഹ്മോസിൻ്റെ ഈ റേഞ്ചൊക്കെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പാകിസ്ഥാനെ മാത്രമല്ല ചൈനയ്ക്കും വളരെ ഷോക്ക് വേവ്സ് ഉണ്ടാക്കുന്ന ഒരു കാര്യം ആണ്. കാരണം ബ്രഹ്മോസാണ് നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂയിസ് മിസൈൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മിസൈൽ തന്നെയാണ് ബ്രഹ്മോസ് മിസൈൽ. അതിൻ്റെ അത്രയും എന്താണ് പറയുന്നത്, പ്രാഗൽഭ്യമുള്ള അല്ലെങ്കിൽ അത്രയും പ്രഹരശേഷിയുള്ളൊരു മിസൈൽ പാകിസ്ഥാൻ്റെയും അല്ലെങ്കിൽ ഈവൻ ചൈനയുടെ കൈകളിലും ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. അത് വളരെ ഒരു പാകിസ്ഥാന് ചൈനയ്ക്ക് ഇതുപോലെ തന്നെ ടെറർ ഉണ്ടാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ ഷോക്ക് വേവ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ബ്രഹ്മോസ്. അപ്പോൾ ആ ബ്രഹ്മോസിൻ്റെ റേഞ്ചും നമ്മളിപ്പോൾ കൂട്ടുവാനുള്ള ആ ഒരു പ്രോസസ്സിലാണ്. അപ്പോൾ ഇന്ത്യയും ഒട്ടും പുറകിലല്ല ഈ പറഞ്ഞ ആയുധവൽക്കരിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ. കാരണം അത് വളരെ അത്യാവശ്യമുള്ള, കാരണം പാകിസ്ഥാൻ നമുക്കറിയാം, ഇപ്പം റിപ്പോർട്ടുകൾ നമുക്ക് ഫാക്ട്സും ഫിഗേഴ്സും കിട്ടിയാലും ഇല്ലെങ്കിൽ തന്നെയും നമ്മളുടെ ഇൻ്റലിജൻസിനും അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിനൊക്കെ അറിയാവുന്നതാണ്. കാരണം ഇങ്ങനൊരു അവസ്ഥ കഴിഞ്ഞാൽ ആ രാജ്യം തീർച്ചയായിട്ടും കൂടുതൽ അതിനെ ആം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ബിഹേവിയറിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഏത് സമയവും അവരുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഇന്ത്യക്കുള്ളിൽ, കാശ്മീർ ഉൾപ്പെടെ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ ഏത് തരത്തിലുള്ള ഭീകരാക്രമണങ്ങളും ഉണ്ടാകാൻ അല്ലെങ്കിൽ പ്രോക്സി ടൈപ്പ് ഓഫ് മിലിറ്റൻസിയെ ഉണ്ടാക്കുവാനുള്ള ഒരു കപ്പാസിറ്റി പാകിസ്ഥാനുണ്ട്. അറ്റ് ദ സെയിം ടൈം അവർക്ക് അതിനുള്ള താല്പര്യമുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ തീർച്ചയായിട്ടും പാകിസ്ഥാനെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് കുറേ ഡാമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അവർ പാഠം പഠിക്കും. ഇനി ഒരിക്കലും അവർ നമുക്കെതിരെ ഒരു അഡ്വഞ്ചറിന് മുതിരത്തില്ല എന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട. പാകിസ്ഥാൻ ഇനിയും ചെയ്യും, ഏത് സമയത്തും ചെയ്യും. കാരണം ലഷ്കർ ഇ തൈബയും ജെയ്ഷ് ഇ മുഹമ്മദും അതുപോലുള്ള വളരെ എന്താണ് പറയുന്നത് ഡെഡ്ലി ആയിട്ടുള്ള തീവ്രവാദ സംഘടനകളെ അല്ലെങ്കിൽ മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് തന്നെ പാകിസ്ഥാൻ അവരെ തീറ്റിപ്പോറ്റുന്നുണ്ട്. അത് ഇന്ത്യക്കെതിരെ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ യാഥാർത്ഥ്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പാകിസ്ഥാൻ്റെ സ്വയം അവരോധിക്കപ്പെട്ട ഫീൽഡ് മാർഷലാണല്ലോ അസീം മുനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അസീം മുനീറാണല്ലോ അവരുടെ ചീഫ്, അതായത് മിലിറ്ററി ചീഫ് അസീം മുനീറാണ്. അപ്പോൾ അസീം മുനീറാണ് ഇതിൻ്റെ തീരുമാനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എടുക്കുന്നത്. ഏകദേശം 1014 ലോയിറ്ററിങ് അമ്യൂണീഷൻ അല്ലെങ്കിൽ കമിക്കൈസ് ഡ്രോൺസ്, ഏകദേശം 200 കിലോമീറ്ററിന് മുകളിൽ റേഞ്ചുള്ള ഈ ഡ്രോണുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ടർക്കിയിൽ നിന്നും പ്രധാനമായിട്ടും ചൈനയിൽ നിന്നും മാത്രമാണെന്നാണ് നമുക്ക് കിട്ടുന്ന ലഭ്യമായിട്ടുള്ള അറിവുകൾ. അതുപോലെ തന്നെ ഏകദേശം 1700 പരം കമിക്കേസ് ഡ്രോൺസ് 50 കിലോമീറ്ററിന് താഴെ റേഞ്ചുള്ള, അതും ടർക്കിയും ചൈനയുമാണ് അവർക്ക് സപ്ലൈ ചെയ്യുന്നത്.
ഇതിനകത്തിലെ മറ്റ് പല ഫീച്ചേഴ്സുള്ള പല മിസൈലുകളും അല്ലെങ്കിൽ റോക്കറ്റ്സും ഡ്രോൺസും എല്ലാം തന്നെ അടങ്ങുന്ന ഒരു പാക്കേജാണ് ഇപ്പോൾ. കാരണം ഇനി നമുക്കറിയാം, ഇപ്പോൾ മുതൽ ഇനി മുമ്പോട്ടുള്ള ലോകത്തിലെ വാർഫെയർ എല്ലാം തന്നെ ഈ പറഞ്ഞ അൺമാൻഡ് ഏരിയൽ കോമ്പാറ്റ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. എന്ന് വെച്ചാൽ കൂടുതലും ഡ്രോണിനെയും അല്ലെങ്കിൽ അതുപോലുള്ള മിസൈൽ സിസ്റ്റത്തെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് യുക്രൈൻ വാറിൽ കൂടെയും അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ കൂടെയൊക്കെ തന്നെ, അതുപോലെ തന്നെ ഇസ്രായേൽ ഇറാൻ ആം, കഴിഞ്ഞ വർഷം നടന്ന യുദ്ധത്തിൽ കൂടെ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യുദ്ധത്തിൻ്റെ മുഖമാകെ മാറിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ഇനി ഈ പറഞ്ഞ രീതിയിൽ തന്നെ, കാരണം ആർമി ടു ആർമി കോമ്പാറ്റ് ഒക്കെ ഒരുപക്ഷെ ഫൈനലായിട്ടുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ മാത്രമേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അപ്പം അതിനു മുമ്പ് ഈ പറഞ്ഞ ഏരിയൽ കോമ്പാറ്റ് ആയിരിക്കും കൂടുതൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത് ഡ്രോൺസിലും അല്ലെങ്കിൽ ഈ അൺമാൻഡ് ഏരിയൽ കോമ്പാറ്റ് സിസ്റ്റത്തിലും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതാണ് പാകിസ്ഥാൻ കൂടുതൽ, ഇന്ത്യയും തീർച്ചയായിട്ടും ആ ഒരു മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതും. ഇന്ത്യയുടെ പിന്നെ തദ്ദേശീയമായിട്ട് നമ്മൾ ആ, അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകൾ ഉണ്ടാക്കാനുള്ള ആ ഒരു ഇക്കോസിസ്റ്റം നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു അടുത്തൊരു 5 to 10 ഇയേഴ്സിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമായിട്ട് മാറും. ഇപ്പം ഇറാനും ടർക്കിയും ഒക്കെ തന്നെ ഈ ഒരു മേഖലയിൽ മുൻപിൽ നിൽക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഡ്രോണുകൾ ഇറാനെ സംബന്ധിച്ചും വളരെ ചീപ്പായിട്ടും പവർഫുള്ളായിട്ടുള്ള ഡ്രോണുകൾ നിർമ്മിക്കാൻ, കാരണം റഷ്യക്ക് ഈ പറഞ്ഞ ഡ്രോണുകളെല്ലാം സപ്ലൈ ചെയ്യുന്ന ഇറാനാണല്ലോ. അപ്പോൾ ഡ്രോൺസിൻ്റെ ഇനിയുള്ള യുദ്ധത്തിലും അല്ല ഇപ്പോൾ നിലനിൽക്കുന്ന യുദ്ധത്തിലൊക്കെ ഡ്രോണുകളുടെ പ്രാധാന്യം വളരെ ഏഹ്, അധികം ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ഇതുപോലുള്ള കോമ്പാറ്റ് സിസ്റ്റത്തിലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന പാകിസ്ഥാൻ്റെ ഷോപ്പിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം അവർ 787 കൗണ്ടർ അൺമാൻഡ് എയർ സിസ്റ്റം, അതിനകത്തിൽ 763 സിസ്റ്റം വിത്ത് സോഫ്റ്റ് കിൽ ഓപ്ഷൻ ജാമിങ്, നമ്മുടെ എതിരാളിയുടെ ഇലക്ട്രോണിക് സിസ്റ്റത്തെയൊക്കെ ജാം ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ 24 ഹാർഡ് സിസ്റ്റം നല്ല ഷൂട്ട് ചെയ്യാൻ കഴിവുള്ള. അപ്പോൾ സോഫ്റ്റ് കിൽ ഓപ്ഷൻ നല്ല ജാം ചെയ്യുക, അതിനകത്തിൽ ഫയറിങ്ങും അല്ലെങ്കിൽ ഷൂട്ടിംഗ് ഒന്നുമില്ല. ഹാർഡ് കിൽ ഓപ്ഷൻ എന്നാൽ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഫയറിംഗ് കപ്പാസിറ്റി ഉള്ള. അപ്പം അങ്ങനെ 787 സിസ്റ്റംസ് അവർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ 763 ജാമിങ് സിസ്റ്റവും സോഫ്റ്റ് കിൽ ഓപ്ഷൻസ് ഉള്ളതും 24 ഹാർഡ് കിൽ ഓപ്ഷൻസ് ഉള്ളതും, അതായത് ഷൂട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതും. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഷോപ്പിംഗ് ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. 31 അൺമാൻഡ് കോമ്പാറ്റ് എയർ സിസ്റ്റംസ് UCAVs, 1014 ലോയിറ്ററിങ് അമുനിഷൻ ഓർ കമിക്കൈസ് ഡ്രോൺസ്, 200 കിലോമീറ്ററിന് മുകളിലുള്ളത്, 2 ബാറ്ററി ഓഫ് HQ-16FE ആൻഡ് 27LV-ATN മിസൈൽസ്. അപ്പോൾ ഇതെല്ലാം ചൈനയിൽ നിന്നും പിന്നെ ടർക്കിയിൽ നിന്നുമാണ് പ്രധാനമായിട്ടും. 1700+ ആംഡ് ഡ്രോൺസ്, 50 കിലോമീറ്ററിന് താഴെ റേഞ്ച് ഉള്ളത്. ഇത് 200 കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് ഉള്ളതാണ് 1014 ഈ ഡ്രോൺസ്. അതുപോലെ തന്നെ 787 കൗണ്ടർ അൺമാൻഡ് എയർ സിസ്റ്റം നമ്മളിപ്പോൾ പറഞ്ഞത്, 292 മിസൈൽസ് ആൻഡ് റോക്കറ്റ്സ്. അപ്പോൾ ഇതൊന്നും തീർച്ചയായിട്ടും ബില്യൺസ് ഓഫ് ഡോളേഴ്സിൻ്റെ ആംസ് പർച്ചേസ് ആണ്, ഷോപ്പിംഗ് ലിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ടാങ്ക്സ്, ഹവിറ്റ്സേഴ്സ്, ഹെലികോപ്റ്റേഴ്സ്, ഹോവർക്രാഫ്റ്റ്സ്, ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞാണ്. സബ്മറൈൻസ്, കോവറ്റ്സ്. സബ്മറൈൻസ് പ്രധാനമായിട്ടും ചൈനയിൽ നിന്നാണ്. അതുപോലെ CH-5 മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസ് UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, അത് ഡ്രോണാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡ്രോണിൻ്റെ പിക്ചറാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ വൻതോതിൽ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മറ്റു പല കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറയുന്നുണ്ട്. അതിനകത്തിൽ ഈ പറഞ്ഞ അവരുടെ വെപ്പൺസ് ഏതൊക്കെയാണ് ചൈനയിൽ നിന്നും ഈ ടർക്കിയിൽ നിന്നും അവർ വാങ്ങിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മൾ നടക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂറിൽ നല്ല കാര്യമായിട്ട് റാറ്റിൽഡ് ആയിട്ടുണ്ട്, നല്ല പ്രഹരം കിട്ടിയിട്ടുണ്ട്. കാരണം ഇനിയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ 2 ഉണ്ടാകുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 1 പോലെ ആയിരിക്കത്തില്ല, ഒന്നുകൂടെ കോംപ്രഹെൻസീവ് ആയിരിക്കും. വളരെ ഡീപ്പായിട്ടുള്ള കൂടുതൽ ടാർഗറ്റ്സിനെ നമുക്ക് അല്ലെങ്കിൽ കൂടുതൽ പാകിസ്ഥാൻ്റെ മിലിറ്ററി അസറ്റ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും എന്ന് പാകിസ്ഥാൻ നല്ല കൃത്യമായിട്ട് അറിയാവുന്നുണ്ട്. അവർ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അതുകൊണ്ടാണ് അവർ കൂടുതലായിട്ടുള്ള ആയുധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ അവരുടെ നേവിക്ക് വേണ്ട ബ്രിട്ടീഷ് 2400 TD ഹോവർക്രാഫ്റ്റ്, 4 ടർക്കിയ മെയ്ഡ് മിൽജം മിസൈൽ ഫയറിംഗ് കോവറ്റ്സ്,
ബ്രിട്ടനിൽ നിന്നൊക്കെ അവർ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ വളരെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ചൈനയിൽ നിന്നും ടർക്കിയിൽ നിന്നുമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ചൈനയിൽ നിന്ന് അവർ വാങ്ങിക്കുന്ന സബ്മറൈൻസിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. 8 yuan class diesel attack submarines from China, apart from renaming it Hangor, the entire SSK submarine. അപ്പോൾ അവർ സബ്മറൈൻസ് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമല്ല, ചൈന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും വളരെ ഒരുപോലെ തന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ നേവൽ കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യയെ പ്രതിരോധിക്കുവാൻ വേണ്ടി ചൈനയ്ക്ക് ഒറ്റയ്ക്ക് അത് കഴിയില്ല എന്നറിയാം. തിരിച്ചറിഞ്ഞതോടുകൂടി ചൈന പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മളുടെ ബേ ഓഫ് ബംഗാളിൽ ബംഗ്ലാദേശിനെയും അറേബ്യൻ സൈഡിൽ പാകിസ്ഥാനെയും നിലനിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ശക്തമായിട്ട് എന്താണ് പറയുന്നത്, കൊമ്പ് കോർക്കാൻ വേണ്ടി പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും നേവൽ കപ്പാസിറ്റിയെ അല്ലെങ്കിൽ നേവൽ പവറിനെ മോഡേണൈസ് ചെയ്യുകയും ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടി നടക്കുന്നുണ്ട്. അത് നമുക്ക് എത്രത്തോളം ഇന്ത്യ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം പാകിസ്ഥാന് ചൈനയുടെയെങ്കിലും സഹായം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും നമ്മുടെ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിൽ ഒരുമിച്ച് നിൽക്കുവാൻ കഴിയുന്ന ഒരു സംവിധാനം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഇത് ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് വളരെ ലാർജ് സ്കെയിലിൽ നമ്മളുടെ 3 സേനകളെയും, കാരണം നേവിക്ക് അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള റോളുണ്ട് ഇന്ത്യൻ ഓഷ്യനിൽ. കാരണം അവിടെയും നമുക്ക് ചൈനയുടെ ഡോമിനൻസിനെ നമ്മുടെ മുകളിൽ ചൈനയുടെ ഡോമിനൻസ് ഉണ്ടാകാതിരിക്കാനും നമുക്ക് നിലവിലുള്ള നമ്മുടെ സുപ്പീരിയോറിറ്റിയെ നമുക്ക് പ്രിസർവ് ചെയ്യാനും ലാർജ് സ്കെയിലിൽ നമ്മുടെ നേവിയെ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എയർഫോഴ്സിൻ്റെ സ്ക്വാഡ്രൻസിനെ നമുക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. ആർമിയെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പൊതുവായിട്ടൊന്നും കേൾക്കുന്നില്ല. ആർമി അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ വളരെ പ്രിപ്പയർഡാണ്, വെൽ ആംഡ് ആയിരിക്കണം. പക്ഷേ എയർഫോഴ്സും നേവി നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള 2 മേഖലകളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട തൽക്കാലം ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇൻ ഷോർട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വളരെ കാര്യമായിട്ട് അവരുടെ സേനയ്ക്ക് വേണ്ട ആയുധങ്ങൾ വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് സമയവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാകാം. ഇത്രയും നാളും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് പ്രൊവോക്കേഷൻസ് എല്ലാം 1948 മുതൽ ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ളത്. അതിനെ ഡിഫെൻഡ് ചെയ്യാനും പ്രതിരോധിക്കാനും വേണ്ടി മാത്രം നമ്മൾ അതിനെ ഒരു യുദ്ധത്തിലേക്ക് നമ്മളെ ഒരു പക്ഷേ ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയ ഒരു അവസ്ഥകൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാർഗിലായാലും ശരി, ബാലക്കോട്ടിൽ നമ്മൾ ഒരു ബാലക്കോട്ട് ആക്രമണം നമ്മൾ ചെയ്യാൻ ഫോഴ്സ്ഡ് ആയതും, ഇപ്പോൾ ഇവിടെ പഹൽഗാം അറ്റാക്കിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ ആണെങ്കിലും അതിന് പുറമോട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലുള്ള യുദ്ധങ്ങളെല്ലാം തന്നെ പാകിസ്ഥാൻ യൂണിലാറ്ററലായിട്ട് നമ്മളെ പ്രൊവോക്ക് ചെയ്ത യുദ്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ട് ഇനിയും തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടിയായിരിക്കാം ഒരുപക്ഷെ അവർ വെൽ ആംഡ് ആകുന്നത് എന്നുള്ള ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് തൽക്കാലം ഈ ടോപ്പിക്ക് ഇവിടെ നിർത്താം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ